ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പം എല്ലാവർക്കും മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ഇന്ത്യയുടെ 80ാമത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും മംഗളങ്ങൾ ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ കയറി പടർന്ന് കിടക്കുന്ന നമ്മുടെ ചതുരപ്പയറാട്ടോ. ചതുരപ്പയറും ഉണ്ട്, മുട്ടപ്പയറും കൂടെ ഉണ്ട്. അപ്പം പലരും ചതുരപ്പയർ കണ്ടിട്ടില്ല, അതൊന്ന് കാണിക്കാം. ഞാൻ വിത്ത് ഓൺലൈനിൽ ഡെലിവറി ഉണ്ടായിരുന്നല്ലോ, അന്നേരം അത് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് ചതുരപ്പയർ, കണ്ടിട്ടില്ലാത്തവർക്കായിട്ടതാ. ഇതാണ് ചതുരപ്പയർ കേട്ടോ. അപ്പം ഇതാട്ടോ ചതുരപ്പയർ, ഇങ്ങനെ ഇങ്ങനെ വരുത്തം പോലെ ഓക്കെ കണ്ടോ, ഇങ്ങനെയുള്ളതാണ് ചതുരപ്പയർ. ഇത് മൂത്ത് പോയാൽ കൊള്ളില്ല കേട്ടോ. മൂക്കാണ്ട് ഒരുമാതിരി പിഞ്ചായിരിക്കുമ്പോൾ തന്നെ കറി വയ്ക്കുവാണ്. മൂത്ത് വരുമ്പോഴേ ഒരു മക്ക് പോലെയുണ്ടേ. ഇതാ ഇതാ കുറച്ച് പറിക്കാൻ കിടക്കുന്നുണ്ട്, അത് പറിച്ചെടുക്കണം. ഇങ്ങനെ ഇരിക്കണോണ്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകണ്ടോ. ഇതാ ചതുരപ്പയർ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടൻ സാധനങ്ങളാണ്. നമ്മുടെ ഇങ്ങനത്തെ പച്ചക്കറിയൊക്കെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഉണ്ടല്ലോ, ചെറുത്ത് നിൽക്കും. പല ഹൈബ്രിഡ് ആയിട്ടുള്ള പല പച്ചക്കറികളും നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണല്ലേ. അതെല്ലാം നമ്മുടെ തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മഴ പെയ്തു, ഇത്തിരി ഒരു കൂടുതൽ മഴ പെയ്തു അത് ചീഞ്ഞു പോകും. അത് ചെടിയുടെ കാര്യം കേട്ടോ. പിന്നെ കൂടുതൽ വെയിൽ കളിഞ്ഞാലോ അത് പോവും, അങ്ങനത്തെ ആയിട്ട്. പക്ഷെ ഇങ്ങനത്തെ നിത്യവഴുതന, ചതുരപ്പയർ, മുട്ടപ്പയർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടല്ലോ നമ്മൾ വെട്ടി നശിപ്പിക്കാണ്ട്, അല്ലെങ്കിൽ വലിയ പുഴുവോ അടിയിൽ നിന്ന്. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു ചതുരപ്പയർ കയറിയിട്ട് അടിയിൽ നിന്ന് വേര് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഫുൾ ഉണങ്ങിപ്പോയായിരുന്നു. അങ്ങനെ ഉണങ്ങിപ്പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തന്നെ. അങ്ങനെ വന്നാലാട്ടോ, അല്ലാണ്ട് ഇത് അങ്ങനെ നമ്മൾ കെയർ ചെയ്തില്ല എന്നോർത്ത് ഇതൊരു പോവില്ല. അപ്പോൾ ഈ മാതിരി നിറഞ്ഞ് കയറി ഒത്തിരി കായ്ക്കും. ഒത്തിരി എന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെയുള്ള ഐറ്റം നമുക്ക് വീട്ടിൽ ഒരു ചൂട് ഉണ്ടായാലുണ്ടല്ലോ പച്ചക്കറിക്ക് പിന്നെ ക്ഷാമമേ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു. ഈ ചതുരപ്പയർ തനിയെ തോരൻ വയ്ക്കാൻ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് ചെമ്മീനൊക്കെ ഇട്ട് തോരൻ വെച്ചാൽ നല്ല കേട്ടോ. ഇത് മൂത്ത് പോകരുത്, അതാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഇവിടെയാണ്, ഇതിൻ്റെ ഉള്ളിലാണ് സീഡുള്ളത്. പിന്നെ പൊന്നൂസ കൊട്ട എടുത്തോണ്ട് വരണ്ടിരുന്ന, അല്ലെങ്കിൽ മുറ എടുത്തോണ്ട് വരാൻ മേലായിരുന്നോ? നമുക്ക് കൊട്ട കണ്ടില്ല. കുറച്ച് നാളത്തേക്കുള്ള പച്ചക്കറിയൊക്കെ പറിച്ചെടുക്കട്ടെ. നിത്യവഴുതനയൊക്കെ ഒരു ദിവസം നമ്മളൊന്ന് മറന്നു പോയാലുണ്ടല്ലോ അപ്പം ആകെ തെറ്റി പോകുന്നേ. അപ്പം ഇത്തിരി കൊമ്പമുളകും കൂടെ, പച്ചക്കറിക്കുള്ള മുളകും കൂടെ വേണമല്ലോ, അതും കൂടെ പറിച്ചെടുക്കാം. മുളക് നല്ല മൂത്ത് നമ്മുടെ തോട്ടത്തിലാണ് മുളക്. ഇങ്ങനെ നമ്മൾ ഓരോന്ന് വെച്ച് പിടിപ്പിച്ചാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഓരോ ആവശ്യം വരുമ്പോൾ, ഇപ്പോൾ തലേദിവസം പറിച്ച് വെച്ചില്ലെങ്കിൽ തന്നെ പിറ്റേ ദിവസം അങ്ങ് ആ സമയത്ത് നേരെ തോട്ടത്തിലേക്ക് വന്നാൽ മതി പറിച്ചെടുക്കാമല്ലോ.